ഇതാ കീഴാർ സഭയുടെ മുമ്പിൽ ഒരു ആത്മീയ മെഡിക്കൽ ക്യാമ്പ്. ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏതൊരു രോഗത്തിനും പരിഹാരം വരുത്തുവാൻ ഇതാ ഒരു ഡോക്ടർ പത്രോസ് മാർ ബസലിയോസ്, ആ ഡോക്ടറിനെ ഞാൻ ക്ഷണിക്കുന്നു. ആ ഡോക്ടർ ഒന്ന് കരങ്ങളടിച്ചെന്ന് പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും. രോഗികളെ യഥാക്രമം നിർത്തി ടോക്കൺ വിളിച്ച് ഡോക്ടറെ അടുത്തെത്തിക്കേണ്ടതിന് ഒരു നേഴ്സും കൂടെ ഉണ്ട്, ചിഞ്ചു റാണി. ചിഞ്ചു റാണി എല്ലാവരും കരമടിച്ചെന്ന് പ്രോത്സാഹിപ്പിക്കണം. ഡോക്ടർ സുഖമാണോ? ആ, സുഖമാണ്. ഈ അഭിഷേകം അളക്കുന്ന അളവൊക്കെ ഉണ്ടോ? ഒന്ന് കാണട്ടെ. അതെ അതെ, ഇതാണ്. ഇത് വിദേശമാണ്, യുക്രൈനിൽ നിന്ന് വരുത്തിച്ചാണ്. യുക്രൈൻ, ഇവിടെ ഉള്ളതല്ല. അഭിഷേകമല്ല, അഭിഷേകം, വിശുദ്ധി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ അളക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ചിഞ്ചുറാണി, രോഗികളൊക്കെ വന്നായിരുന്നോ? ആ, വന്നിട്ടുണ്ട്. നമ്മുടെ സഭയിലും നിന്ന് 2-3 പേര് അങ്ങോട്ട് വന്നിരിക്കുകയാണ്. കണ്ടായിരുന്നല്ലേ? അതിൽ ഒരാള് സങ്കീർത്തനം വായിക്കുമ്പോൾ എഴുച്ച് നിൽക്കാത്ത ആളാണ്. അതുകൊണ്ട് ടോക്കൺ നമ്പർ ഏറ്റവും ബാക്കിൽ ഇത്തിരി കൂടുതൽ സമയം നിർത്തിയിട്ട് ഇന്ന് ഡോക്ടറെ കാണിക്കാവൂ. ഓക്കെ, ശരി. എന്താ പറയാ, ഒറ്റ എണ്ണം സഭായോഗത്തിനും ഉപവാസ പ്രാർത്ഥനയ്ക്കും നേരത്തെ വരില്ല. മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ തള്ളി ഊന്തി വന്നേക്കുക എല്ലാവരും. ഒന്ന് വരിയായിട്ട് നിൽക്കാവോ? ഇല്ല, ഞാനാണ് ആദ്യം. എല്ലാവരും ഡോക്ടറെ കണ്ടിട്ടേ പോവുള്ളൂ, എല്ലാം നേരെ നിൽക്കണേ. എന്താണ് അവിടെ, ചന്തയാണോ? ഇതൊരു ക്യാമ്പല്ലേ? പള്ളി പോകുന്ന കോലത്തിൽ ഇവിടെ കയറി വരില്ല. ഒരു ഡോക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും വരി പിടിച്ച് നിൽക്കണേ, വരിയായിട്ട്. ഡോക്ടറെ അപ്പോൾ വിളിക്കട്ടെ പേഷ്യൻസിനെ? ഡോക്ടർ വിളിക്കട്ടാ? വിളിച്ചോ. ടോക്കൺ നമ്പർ 1 മേരിക്കുട്ടി ചൊറിയമ്മ. മേരിക്കുട്ടി ചൊറിയമ്മ. ആ മക്കളെ, എങ്ങനെയുണ്ട് ഡോക്ടർ? നല്ല ഡോക്ടറാ, കുഴപ്പമൊന്നുമില്ല. ഇല്ല. എന്താ അസുഖം? അസുഖം ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പറയാം. ഓക്കെ, ശരി. പിന്നെ പോട്ടെ. എന്തുവാ ഡോക്ടറെ, എത്ര നേരം കൊണ്ട് അവിടെ നിൽക്കുക? അല്ലെങ്കിൽ ഒരു മൂത്ത സ്ത്രീ തന്നെ ഞാൻ അവിടെ നിന്നതിൽ. അത് ശരി, ഇത്രയും നേരം ഇതൊന്നും ആയിരുന്നില്ലല്ലോ ഇവിടെ ബഹളം. ഇരിക്കുക നിങ്ങൾ. എന്താണ് ചൊറിയമ്മയ്ക്ക്, എന്താണ് പ്രശ്നം? എന്താണ്? എനിക്ക് ഭയങ്കര ചോറിച്ചിലായി. ഇപ്പൊ ആരെടുത്ത് സംസാരിച്ചാലും, ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ അപ്പം അങ്ങ് ചോറിച്ചിൽ തുടങ്ങും. അത് ശരി, എന്താണെന്ന് അറിഞ്ഞൂടാ. കൂടെ രോഗം വന്നങ്ങ് കൂടെയാണ് ചെയ്യുന്നത്. അത് ശരി. അപ്പൊ അതാണ് പ്രശ്നം. ഇത് എല്ലാവരും കാണുമ്പോഴും ഉണ്ടോ? ആ, മുഖ്യവരെ കാണുമ്പോഴും ഉണ്ട്. അതെ, അത് ശരി. പള്ളിക്കാരൊക്കെ കാണുമ്പോഴോ? പള്ളിക്കാരെ കാണുമ്പോൾ മാത്രമാണ് ഈ രോഗം വരണത്. അത് ശരി. അപ്പൊ എനിക്ക് പിടികിട്ടി, അസുഖം പിടികിട്ടി. നല്ലൊരു മരുന്നിന് എനിക്ക് തരണം. നോക്കാം, നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ ചൊറിയമ്മേ, അപ്പൊ ഈ രോഗത്തിന്റെ പേരെന്ന് പറയുന്നത് വായ്ക്കൊഴുപ്പ് എന്ന് പറയുന്ന ഒരു രോഗമാണിത്. വായ്ക്കൊഴുപ്പ്. അയ്യോ ചൊറിയമ്മ, ആ വായൊന്ന് തുറന്ന്. ഓ, എൻ്റെ കുന്തം പോലെ ഇരിക്കുകയാണ് മൊത്തം. അപ്പം അതാണ് പ്രശ്നം. അതാണ് ഈ പലരെ കാണുമ്പോൾ ഈ ചൊറിച്ചിലുണ്ടാകുന്നത്. ശരി, നമുക്ക് മരുന്നുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ചിലരെ കാണുമ്പോഴേ ഉള്ളൂ ഇല്ലേ അസുഖം. അപ്പോൾ ഈ അസുഖം മാറണമെങ്കിൽ അങ്ങനെ പ്രത്യേക മരുന്നൊന്നുമില്ല. അപ്പോൾ ഇത് ആരുടെയും കയ്യിൽ നിന്ന്, ഈ ഇരിക്കുന്ന ആരെയും കയ്യിൽ നിന്ന് ഒരു 4 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ചൊറിയമ്മയുടെ അസുഖം മാറുകയുള്ളൂ. ഉടനെ ചൊറിയമ്മയുടെ കയ്യിലിരിക്കും പോലെ ഇരിക്കും. പെട്ടെന്ന് വാങ്ങിയ അസുഖം പെട്ടെന്ന് മാറും. കുഴപ്പമൊന്നുമില്ല കേട്ടോ, പൊയ്ക്കോളൂ. മക്കളെ, ഡോക്ടറാ ഇങ്ങനെ ഒരു ഗുളിക പോലും എനിക്ക് തന്നില്ല. അയ്യോ, അതെന്തോ പറ്റി? എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി അയച്ചോണം. നമുക്ക് മെയിൻ ആയിട്ടൊരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറിന്റെ അടുത്ത് പറയാം. അപ്പൊ ഞാൻ അടുത്ത അയച്ചു തരാം. ഓക്കെ. ടോക്കൺ നമ്പർ 2 തോമസ് ആലുവ എഡിസൺ. ഹലോ. ഓ, ഞാൻ ഡോക്ടറെ കാണാൻ പോണു. അസുഖമുണ്ട്. കുറച്ച് ദിവസമായി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. കട്ട് ചെയ്യണ്ട. ആലുവ എഡിസൺ അല്ലേ? ആലുവ എന്നാണോ വിളിച്ചത്? ആലുവയല്ല, ആൽവിൻ. ആൽവിൻ. സോറി. പറയണം, എന്താണ് എഡിസന്റെ പ്രശ്നം? എന്താണ്? അതെ, എനിക്ക് സങ്കീർത്തന വായനയ്ക്ക് പാസ്റ്റർ എണീക്കുമല്ലോ. അപ്പോൾ ഇവിടം തൊട്ട് അങ്ങോട്ട് താഴോട്ടൊരു
ഒരു പൊളഞ്ഞ് ഓ വേദനയുണ്ട്. വല്ലാത്ത പ്രശ്നമാണ്. ആ ആ പിന്നെ കടിച്ച് പിടിച്ചൊക്കെ ഇരിക്കും. അത് മൊത്തത്തിലുണ്ട്. ആ ആ ആശീർവാദം പറയണവരുണ്ട്. പറയണവരുണ്ട്. ആ ആ ശരി ശരി. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ പള്ളിയിലൊക്കെ ആരാധനയ്ക്കൊക്കെ നേരത്തെ എത്തും? ആരാധനയ്ക്കൊക്കെ നേരത്തെ എത്തും. പക്ഷെ ഇങ്ങനെയാണ് സംഭവം. പിന്നെ ഇതൊക്കെ കണ്ടോണ്ടായിരിക്കും പാസ്റ്റർ എൻ്റെ കൂടി പറയും, എന്നെ ഒരു എയർ കണ്ണിട്ടിട്ട് പറയും, അത് ശരി, ബെന്നി അപ്പച്ച എഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ അത് ശരി. അതെന്ന്. ഞാൻ ചിലപ്പോൾ കൈ ഉയർത്താനൊക്കെ ശാലം താമസിക്കും. ഉം. ഇപ്പം എബേസ് പറഞ്ഞത് കൈ ഉയർത്താമെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന്. അവർ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുക. ആ ആ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും പൊക്കിപ്പിക്കും. അത് ശരി. ഇപ്പോൾ കൈക്ക് പ്രശ്നമുണ്ടോ? ഇപ്പോഴും പ്രശ്നമില്ല. ഇല്ല. ഒന്ന് കൈ ഉയർത്തിക്ക്. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ആ അതെ ശരി ശരി ശരി. അപ്പം അതാണ് തോമസിൻ്റെ പ്രശ്നം. അതെ അതെ. ആ ശരി, നമുക്ക് നോക്കാം കേട്ടോ. നില്ലട ഇത്തിരി സംസാരിച്ചോണ്ടിരിക്കണം. ഡോക്ടറൊന്നും പറയില്ല. ആശേ അങ്ങേരൊന്നും പറയില്ല. അങ്ങനെ നമ്മൾ അത് ശരി. ഞാൻ വിളിക്കാം. ആരാണ് ഇത്? അത് എൻ്റെ ഒരു ഫ്രണ്ട്സാ. കട്ട് ചെയ്ത് വിടാൻ പറ്റില്ല, ഒരു പറക്കുള്ളതാ. അത് അത് ശരി ശരി. അപ്പോൾ എഡിസാ ഒന്ന് പരിശോധിച്ച് നോക്കാം. കണ്ടിട്ട് ഭയങ്കര വശപശ ഉള്ള പോലെ തോന്നണം. തന്നെയല്ലേ? മനസ്സിലായി അല്ലേ? നല്ല പഠിച്ചിട്ടുണ്ടാ? പിന്നെ ഓ ഉണ്ട്. എനിക്ക് മനസ്സിലായി. ഓ ശരി. ഒന്ന് ഇങ്ങോട്ട് അടുത്ത് വന്ന്, ഇങ്ങോട്ട് അടുത്ത് വരണം. കേടാ ഇത് ജോ? ഒന്നുമില്ല. അയ്യോ ഒന്നുമില്ലേ? അഭിഷേകം ഒന്നുമില്ല, പോയി. ഓ അങ്ങനെ. ശരി, ഒന്നുമില്ല. ഓ പക്ഷെ മിനിമം ഒരു മനുഷ്യന് ഒരു 50% വേണം. അപ്പം ഇതൊന്നുമില്ലട്ടെ, ഇത് പണിയാണ്. ചാവോ അപ്പം? ചാവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഏജിൽ വിട്ടോളണം. ഇപ്പം നാളെ തന്നെ നിങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞ പാട് നാളെ തന്നെ ഏജിൽ പോയിക്കോണം. ഇല്ലേ നിങ്ങളുടെ പണി പോക്കാണ്. അയ്യോ തീരും. പിന്നെ ഇത് നിങ്ങൾ ഈ പറഞ്ഞ രോഗം എന്ന് പറയുന്നത് സങ്കീർത്തന സാത്താന്യ കുത്തെന്ന് പറയുന്ന ഒരു തരം രോഗമാണിത്. അപ്പോൾ ഈ രോഗം ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാസ്റ്റർ ഇത് ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾ ഈ പാസ്റ്റർ പ്രസംഗത്തിലൂടെ തരുന്ന മരുന്നിൻ്റെ ഒരു തരം റിയാക്ഷൻ. ഈ പണ്ടത്തെ ആളെപ്പോലെ അല്ല, ഇത്തിരി വീര്യം കൂടിയ മരുന്നാണ്. മനസ്സിലായി, വന്നപ്പോൾ മനസ്സിലായി. അത് തന്നെ. അപ്പം അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ രോഗം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഈ ആരാധനയ്ക്ക് വരാൻ പാടില്ല. ഈ പ്രഭാതന തീരുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഈ മുകളിലോട്ടും താഴോട്ടൊക്കെ ഇറക്കമുള്ളത്. അത് ശരി. അപ്പോൾ ഒരു 100 സ്തോത്രവും സ്തുതിയും ഇടവിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കണം. 100 സ്തുതിയും സ്തോത്രവും. 100 സ്തുതിയും അത്ര വലിയ സംഭവമൊന്നും അല്ല. അപ്പോൾ 100 സ്തോത്രവും സ്തുതിയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നം കേരളവർക്കെല്ലാം അങ്ങ് പോവും, ക്ലിയർ ആവും. പിന്നെ ഈ പാസ്റ്റർ പറഞ്ഞല്ലോ ഈ ബെന്യാബിച്ചിനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് നല്ല കാര്യമായിരിക്കും, ചുമ്മാ പറയില്ലല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അത് എന്നെ നോക്കിയിട്ടാണ് പറയണത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയും. അതാണ് എനിക്ക് അങ്ങനെ. അല്ല ഓപ്പണായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു നോക്കിയിട്ടാണ് പറയണത് അല്ലേ? പിന്നെ ബിനുബ്രദറിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അത് ശരി. ബിനുബ്രദർ എന്തോ വന്ന് വീണല്ല, അപ്പോഴത് അവർക്ക് നടക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ ബ്രദറെ നേരത്തെ വരാത്ത എന്ത് അങ്ങനെയൊക്കെ ഉള്ള. അതെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു വെച്ചൊക്കെ നോക്കുമ്പോൾ അവർക്ക് വാഹന സൗകര്യങ്ങൾ കുറവാണ്. നിങ്ങൾക്ക് എന്ത് പറ്റി താമസിച്ചു വരാൻ അങ്ങനെയൊക്കെ. അപ്പോൾ എന്നിട്ട് നിങ്ങൾ നേരെ ആയില്ല. അത് തന്നെ, അത് എന്നെ നോക്കി പറയാണ്. ഞാൻ എന്തായാലും ഞാൻ ഇത് ചെയ്തു നോക്കാം. നിങ്ങൾ ഈ ചെയ്തു നോക്ക്. പിന്നെ ഈ അഭിഷേകത്തിന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. അത് ഇനി താണ് പോയി കഴിഞ്ഞാൽ മരിച്ചതിന് തുല്യമാണ്. അയ്യോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ആരാധനയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചെയ്തു നോക്കും കേട്ടോ. ശരി ഡോക്ടർ. മാറിക്കോളും. ശരി. ടോക്കൺ നമ്പർ 3 ത്രേസ്യാമ്മ രാഘവൻ. ഡോക്ടറെ ഇരിക്കട്ടാ? ഇരിക്കണം. ത്രേസ്യാമ്മ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു അവിടെ. അത് ശരി. ഞാൻ പേപ്പറിലൊക്കെ എഴുതിയാണ് കൊണ്ടു, ചിലവ് മറന്നു പോവും. മറവിയുടെ അസുഖമുണ്ട്. അങ്ങനെ അസുഖമൊന്നുമില്ല, എന്നാലും. പിന്നെ നമ്മളെ പാസ്റ്റർ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഈ കണ്ണടച്ച് പാടാനും കൈയടിച്ച് പാടാനും. എനിക്കതൊന്നും പറ്റുന്നില്ല. പിന്നെ എപ്പോഴും ഈ മൈക്ക് പാസ്റ്റർ ഇങ്ങനെ വെച്ചോണ്ട് എപ്പോഴും തൊണ്ട കീറി ഈ കണ്ണടച്ച് പാട് കൈയടിച്ച് പാട് എന്നൊക്കെ പറയും. എന്നെ കൊണ്ടത് എന്നെ കൊണ്ടത് ഒരു വല്ലാത്തൊരിത്. എന്ത് ചെയ്യണം ഡോക്ടറെ? ശരി, നോക്കാട്ടോ. അപ്പം ഇത് പറഞ്ഞു വെച്ച് നോക്കുമ്പം ഭൂതപ്രേതം
രോഗം എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഈ പേര് പോലെ തന്നെ പേടിക്കേണ്ട ഒരു രോഗം തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും കാണൂല. ഉണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവം. തന്നെയല്ലേ? ഭൂതപ്രേതം പറയുന്ന രോഗമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പള്ളിയിലെ പാസ്റ്റർ തന്നെ ഇപ്പോൾ കണ്ട് മരുന്ന് തരണം. പാസ്റ്റർ തന്നെ കാണണം. ഇതിന് മരുന്ന് തരാൻ പറ്റിയ ഒരു വിദഗ്ധ ഡോക്ടറും പാസ്റ്റർ തന്നെയാണ്, വേറെ ആരും ഇല്ല. പിന്നെ എനിക്ക് ഈ പള്ളിയിൽ വന്നിരിക്കുമ്പോഴേ ഒരു 5-6 പ്രാവശ്യം എനിക്ക് വെളിയിൽ പോകണം. അത് ശരി. എനിക്ക് വെളിയിൽ എല്ലാവരും പോയി, പിന്നെ അവരൊക്കെ എത്ര 1000 രൂപയുടെ സാരിയൊക്കെയാണ് ഉടുത്തിരിക്കുന്നത് എനിക്ക് കാണണമല്ല. അപ്പൊ എപ്പോഴും എനിക്ക് ഇങ്ങനെ ബാക്കിലോട്ടൊക്കെ തിരിഞ്ഞൊക്കെ നോക്കണം, അവരെയൊക്കെ എപ്പോഴും കാണണം. അത് ചെയ്യല്ലെന്ന് അറിയാം, എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അതെന്തിനാണ് ഒരു വഴി? അത് ശരി. അപ്പോൾ ഇടയ്ക്ക് അതിന് ഒരു മരുന്നുണ്ട്. അതിനിവിടെ നമുക്ക് മരുന്നില്ല. ഇല്ല, അത് കഷായ ആശുപത്രി പോകണം. കഷായ ആശുപത്രി അത് ഭയങ്കര കയ്പല്ലേ? ഇത്തിരി കയ്പുണ്ട്, എന്നാലും നമ്മൾ അത് ഇവിടെ കുറച്ച് ദൂരെയാണ്. കുറച്ച് ദൂരെ കഷായ ആശുപത്രി പോയി നല്ല ചൂരൽ കഷായമാണ് കിട്ടുന്നത്. ചൂരൽ കഷായം, നല്ല ചൂര കഷായം കുടിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം മാറിക്കോളൂ. അസുഖം മാറണമെങ്കിൽ കുടിക്കണം. ഇത്തിരി പ്രയാസമാണ്, എന്നാലും നോക്കിയാൽ മതി, മാറിക്കോളൂ കേട്ടോ. ഒരു മിനിറ്റ്. ഹലോ, രാഘവൻ ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ആശുപത്രിയിൽ വരണ കാര്യം? ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. പിള്ളേരെ 2 പേരെയും കുളിപ്പിച്ച് ഒരാളെ തൊട്ടിൽ കിടത്ത് ആഹാരമൊക്കെ കൊടുക്കും. ഞാൻ ഇതാ പറഞ്ഞു, പിന്നെ ഞാൻ ഒരാളെയും കൂടി കണ്ടിട്ടേ വരുള്ളൂ. ശരി. ശരി രാഘവൻ ചേട്ടാ, ഞാൻ പറഞ്ഞിട്ടാണ് വന്ന ആശുപത്രി വരണമെന്ന്. വീട്ടിലുണ്ട് ആളിപ്പോ. പിന്നെ ഞാൻ ഈ സാറ് പറയും പോലെ കേൾക്കാം. പക്ഷേ എനിക്ക് എപ്പോഴും തിരിഞ്ഞു നോക്കണം. ഈ തിരിഞ്ഞു നോക്കാതിരിക്കാൻ വേണ്ടിയേ ഇവിടെ ഒരു കണ്ണ് എനിക്ക് ഫിറ്റ് ചെയ്ത് തരാൻ പറ്റും. ഇവിടെ ഒരു കണ്ണ് മതി, ഞാൻ ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പൊ എനിക്ക് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കണ്ടല്ലോ. ഒന്ന് വെച്ച് തരാൻ പറ്റുമോ? നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടില്ല. അപ്പൊ പഠിച്ചിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? പഠിച്ചിട്ടൊക്കെയാണ് വന്നത്. ഇതുപോലെയുള്ള കണ്ടുപിടുത്തം നടത്തിയിട്ടില്ല. നമുക്ക് ഒന്ന് അതിന്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് അങ്ങോട്ട് തിരിയോ, ഞാനൊന്ന് വയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കട്ടെ. അയ്യോ, അവിടെ വയ്ക്കാൻ പറ്റില്ല കേട്ടോ. തന്നെ ഇവിടെ ഇപ്പുറത്ത്. അയ്യോ, അവിടെയും വയ്ക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഉപവാസം പോവും. അങ്ങനെയാ? ഈ ബാക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു കണ്ണ് എനിക്ക് അവിടെ ഒന്നും വെക്കാൻ പറ്റില്ല. അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഉപവാസവും പ്രാർത്ഥന എല്ലാം പോകും. ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കണ്ണ് വയ്ക്കാം. പിന്നെ പിള്ള പഠിച്ചിട്ട് നീ കുഴല് വിട്ടോണ്ട് ഇവിടെ ഇരിക്കണേ. അത് ശരി, നിങ്ങൾ ഈ അസുഖത്തിന് ചികിത്സിക്കാൻ വന്നതല്ലേ? ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കണ്ണ് വെച്ച് തരാല്ലേ പറഞ്ഞു. അപ്പൊ അതിനല്ലേ ഡോക്ടർമാർ ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് നിർബന്ധമാണ് കണ്ണ് വെച്ച് തരാം. പക്ഷേ ഈ പ്രാർത്ഥനയും ഉപവാസമൊക്കെ പോവും. അതൊന്നും വേണ്ട വെച്ച് തരാം. ഇവിടെ ഉപവാസം ഇത് അല്പം നീക്കി ഇപ്പുറത്ത് വെച്ച് തന്നാൽ. എന്റെ സുഹൃത്തെ, നിങ്ങളെ പേരും മറന്നുപോയി. ത്രേസ്യാമ്മേ, ഇവിടെ വന്നത് എന്തിനാണ്? രോഗം മാറാനല്ലേ വന്നേ. അപ്പൊ ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇനി വലിയ രോഗം കൊണ്ട് പോകേണ്ടി വരും. കുറച്ച് ദിവസത്തേക്ക് തന്നെ. അത് ശരി, അത് കഴിയുമ്പോ കുഴപ്പമില്ല. അത് കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. അപ്പൊ മനസ്സിലായി. ത്രേസ്യാമ്മയുടെ പ്രശ്നം ഇപ്പൊ അതൊന്നും അല്ല. ത്രേസ്യാമ്മക്ക് ഇങ്ങനെ കറങ്ങി നടക്കണം. എനിക്ക് എല്ലാരെയും കാണുകയൊക്കെ ചെയ്യണം. ശരി. അപ്പൊ എത്രയും പെട്ടെന്ന് അങ്ങ് മുകളിൽ പോകുമ്പോഴേ കുറച്ചു നേരത്തെ ഇവിടെ എന്തോ ഒരു സംഭവം കേൾക്കുന്നുണ്ട്, ഒരു നരകത്തിന്റെ കാര്യമൊക്കെ. അപ്പൊ ത്രേസ്യാമ്മ അവിടത്തേക്ക് ആ റൂട്ടിലാണ് ത്രേസ്യാമ്മ ഓടണത്. പിള്ളേരെന്തരൊക്കെ ഇവിടെ പറയണ കേട്ട്. അതെനിക്ക് ശ്രദ്ധിച്ചില്ല അല്ലേ? തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമല്ലോ എപ്പോഴും. ശരി. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ത്രേസ്യാമ്മയ്ക്ക് നല്ല റൂട്ടിൽ പോവാം, അല്ലെങ്കിൽ തീപ്പൊയ്കയിൽ പോവാം. അപ്പൊ ത്രേസ്യാമ്മ ഒരു കാര്യം ചെയ്ത് തൽക്കാലം ഈ കണ്ണിന്റെ കാര്യമൊക്കെ വിട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കഷായം ഒന്ന് കുടിച്ചു നോക്കും. ചെയ്തു നോക്കുമ്പോ അതങ്ങ് മാറും. എന്നെ കാണാൻ കൊള്ളാമോ? കൊള്ളാം. സുന്ദരിയാണ് കേട്ടോ. ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണോ? അപ്പൊ പഠിച്ചിട്ട് തന്നെയല്ലേ വന്നിരിക്കുന്നത്. ശരി, അപ്പൊ ഞാൻ കുറഞ്ഞില്ലെങ്കിൽ വരാമേ. പോട്ട് വരണമെന്നില്ല. ശരി. ടോക്കൺ നമ്പർ 4 സഹദേവൻ വിവോ സാംസങ്. ഡോക്ടർ ഹലോ. ഡോക്ടർ, ഒരു കാല് മൊണ്ടിയായ ഒരുത്തൻ അവിടെ വന്നിട്ടുണ്ടാ? കാലും ഇതാ ഇപ്പൊ അടുത്ത് വന്നിരുന്നു. ഇത്ര നേരം അവിടെ ഇരിക്കുകയായിരുന്നു. മൊബൈലിന്റെ വോയിസ് ഒക്കെ ഒന്ന് കുറച്ച് വെച്ച് കേൾക്കോ? അവന്റെ ഭാര്യ അവന്റെ കാലിന് അടിച്ചൊടിച്ച് വിട്ടിരിക്കുകയാണ്. അത് ശരി തന്നെ കേട്ടോ. കാല് ഒടിഞ്ഞു തോന്നുന്നു. ഭയങ്കര പ്രയാസത്തോടെ കയറി വരുന്നുണ്ടായിരുന്നു. ഇവൻ സത്യം പറയില്ല. കറക്റ്റ് തെളിയിച്ച് കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഡോക്ടർ വിടാൻ കേട്ടോ. ശരി. സഹദേവോ, നിങ്ങളുടെ പള്ളിയിലെ പാസ്റ്റർ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. ഡോക്ടർ. എന്താണ് സഹദേവന്റെ പ്രശ്നം? എന്താണ് സഹദേവൻ? ഡോക്ടറെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പ്രശ്നമല്ല, ഇപ്പൊ ഇങ്ങനെ കാലടിഞ്ഞ പോലെ കയറി വരുന്നുണ്ട്. അത് ഭാര്യയായിട്ടൊന്ന് വഴക്കിട്ടതാ ഡോക്ടറെ. അത് ശരി. ദേഷ്യം വന്ന് ഞാൻ ഒരു കീച്ചൻ കീച്ചി. ആര് കീച്ചി? ഇനി ഭാര്യ കീച്ചിയോ സഹദേവൻ കീച്ചിയോ? അത്
അത് അല്ല ഓർമ്മയില്ല ഡോക്ടർ. കണ്ടിട്ട് ഭാര്യയെ ചവിട്ടി ഓടിച്ച പോലെയാണ് തോന്നിയത്. പറയണം. എന്ത് പറയാനാ, ഉം. ഭാര്യ ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ. തന്നെ. ഭയങ്കര ഫോൺ വിളിയാണ്. ഫോൺ വിളി മാത്രമല്ല ഡോക്ടറെ, ഭയങ്കര മെസ്സേജ് അയപ്പും ചാറ്റിങ്ങും. അത് ശരി. ഇതാണ് വീട്ടിലെ പ്രശ്നം. അവള് പിള്ളേരെ കാര്യം സമയത്ത് നോക്കൂല, സ്കൂളിൽ സമയത്തിന് അയക്കൂല. അത് ശരി. ഭയങ്കര പ്രശ്നമാണ്. ഇതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഭാര്യയായിട്ട് പിണങ്ങേണ്ടി വന്നത്. അതെ അല്ലേ. ഇപ്പൊ ഈ കാലില് ഭാര്യ ചവിട്ടി ഓടിച്ച തന്നെ. ഓ, അത് ഒന്നും പറയണ്ട ഡോക്ടറെ. വേണ്ട, പോട്ടെ. അത് ശരി. അപ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഈ മൊബൈൽ അണുബാധ മൂലം ഉണ്ടാകുന്ന ഒരു തരം രോഗമാണിത്. വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ കിഴാറു ഏരിയയിലും ഒക്കെ ഒരുപാട് കണ്ടുവരുന്ന ഒരു രോഗമാണ് മൊബൈൽ അണുബാധ മൂലം ഉണ്ടാകുന്ന രോഗം. ഒരു പകർച്ചവ്യാധിയും കൂടെയാണ്, പകർച്ചവ്യാധി. അപ്പോൾ താങ്കളുടെ ഭാര്യ ഈ കിടക്കുന്ന സമയത്ത് ഫോണ് തലയിലടിയിൽ വെച്ച് ഉറങ്ങുന്നത്? അവള് ഉറങ്ങാൻ താമസിക്കും ഡോക്ടറെ, സമയത്തിന് ഉറങ്ങൂല. അത് ശരി. ഉറങ്ങാൻ പറ്റാറില്ല ഈ ഫോൺ കുത്തിയിരിക്കും, പിന്നെ സമയമില്ലല്ലോ അതിനൊന്നും. ഞാൻ സമയത്തിന് ഉറങ്ങിയാലും അവള് ഉറങ്ങൂല, സമയത്തിന് ഉറങ്ങൂല. അത് ശരി. ഫോൺ വിളി, ചാറ്റിങ്. ഈ പള്ളിയിൽ വരുമ്പോൾ ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ വേണ്ടി പുറത്ത് കൊണ്ടുവരണം. ഓ, പള്ളിയിൽ സമയത്തിന് പോവില്ല ഡോക്ടറെ. ഇല്ല, പള്ളിയിലും പോവില്ല സമയത്തിന്. പള്ളിയിൽ സമയത്തിന് പോവില്ല. അവള് സൺഡേ സ്കൂൾ അധ്യാപികയാണ്. അങ്ങനെ സമയത്തിന് പോവില്ല. ഓ, അപ്പം നേരത്തേക്ക് പോകണമല്ലോ സൺഡേ സ്കൂളിൽ. സൺഡേ സ്കൂളിന് പോവും, എന്നാലും ലേറ്റ് ആവും. അത് ശരി. പറയണം. പള്ളിയിൽ പോയാലും അവള് പ്രശ്നമാണ് സമയത്തിന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, താങ്കളെ പറഞ്ഞ വെച്ച് നോക്കുമ്പം നിങ്ങളെ കുടുംബം വലിയൊരു പ്രശ്നത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവള് പള്ളിയിൽ പോണത് തന്നെ പാസ്റ്ററെ കുറിച്ച് കുറ്റം പറയാനും പ്രസംഗത്തിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനാണ് പോണത്. അതിനാണ് പോണത്. പരസ്പരം നുണ പറച്ചില്ല, ഇതൊക്കെയാണ് ഉള്ള ജോലി. ശരി ശരി. ഇതിനു വേണ്ടി അവര് കുറച്ച് സഹോദരിമാരുണ്ട്. ഓ, ആരാധന കഴിഞ്ഞ് വന്ന കൂടെ ഫോൺ വിളിയാണ്. അത് ശരി. ഓ, അവര് അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അത് ശരി. പാസ്റ്ററെ കുറിച്ച് കുറ്റം പറയാൻ, ഓ മറ്റുള്ളവരെ കുറിച്ച് നുണ പറയാൻ. ഓ, അങ്ങനെ ഇവള് കാരണം ഒരു പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. നോക്കാം നമുക്ക്. അപ്പോൾ താങ്കൾ പറഞ്ഞനുസരിച്ച് വലിയൊരു അപകടത്തിൽ പോയി കുടുംബം തകരുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത് ഇപ്പം. അപ്പോൾ ആ ഒരു രീതിയിൽ താങ്കൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു 1-2 ടെസ്റ്റ് എഴുതി തരാം. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ അഭിഷേകം നഷ്ടപ്പെട്ടു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പം ഈ പ്രാർത്ഥന, വിശുദ്ധി, തിരുമേശ, കൂട്ടായ്മ, ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇത് അനീഷ് കാവാലത്തിൻ്റെ ലാബിൽ തന്നെ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അനീഷ് കാവാലം ആരോടെങ്കിലും ചോദിച്ചാൽ മതി. അപ്പോൾ അവിടെ തന്നെ ടെസ്റ്റ് ചെയ്ത് വന്ന് അതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കണം. പിന്നെ ഈ താങ്കളൊരു കാര്യം കൂടി ചെയ്യണം. ഈ രോഗം മാറാൻ താങ്കളുടെ ഭാര്യയുടെ അറിയാതെ അവളെ ഫോണിൽ ഒരു സിം കാർഡ് ഇടണം. അവളുടെ ഫോണിൽ ഒരു സിം കാർഡ് ഇടണം. ഡോക്ടറെ അത് ശരി, നോക്കണം. ഫോണിലിടണം. അപ്പോൾ അറിയാം ആരെയൊക്കെയാണ് വിളിക്കണത്. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഒന്ന് കൊടുത്തതിൻ്റെ ക്ഷീണം ഇതുവരെ മാറി. അല്ല, കൊടുത്തതിൻ്റെ അല്ലേ, കിട്ടിയതിൻ്റെ ക്ഷീണമല്ലേ. അത് ശരി. പറയാൻ നാണക്കേടുണ്ടല്ലേ. കുഴപ്പമില്ല. അപ്പോൾ ഒരു നമ്പർ ലോക്കൊക്കെ ഇട്ട് നോക്കണം. അപ്പോൾ ഈ വിളിയൊക്കെ ഒന്ന് കുറയും. പിന്നെ 1 മാസത്തേക്ക് വീട്ടിൽ കറണ്ട് വേണ്ടാന്നങ്ങ് ചിന്തിക്കണം. അങ്ങ് ഓഫ് ചെയ്തിടണം മൊത്തം. കറണ്ട് കട്ട് ചെയ്തും കിടണം. അപ്പോൾ ഈ 1 മാസം കറണ്ട് ഇല്ലാതിരിക്കുമ്പം ഇതങ്ങ് ഓട്ടോമാറ്റിക്കായി മാറിക്കും. വീട്ടിൽ ഞാനും ഉള്ളതല്ലേ ഡോക്ടറെ? വീട്ടിൽ ഞാനും ഉള്ളതല്ലേ, കറണ്ട് ഇല്ലാതിരുന്ന. അത് ശരി. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ചവിട്ട് കിട്ടണമെങ്കിൽ മറ്റേ കാലം കൂടെ ഓടിയും. വേണ്ട. ആ ശരി. ഇപ്പോൾ ഇതൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ വീട്ടിലെന്തോ ആർക്കോ എന്തൊരു പ്രശ്നം പറഞ്ഞിരുന്നല്ലോ, വീട്ടിൽ മകൾക്കോ? ഒരു മകളുണ്ട് ഡോക്ടറെ. അവക്ക് ഒരു 35,000 ഫോൺ വേണമെന്ന് പറഞ്ഞ് എന്നും വഴക്കാണ്. അത് ശരി. ഓ, ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. എങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ? അത് പാടാണ്. തള്ളേരെ സ്വഭാവമല്ലേ മോള് കാണിക്കും. അതത്രേ വരുള്ളൂ. അപ്പോൾ അതും പ്രശ്നമാണല്ലേ. അപ്പം വീട് ആകെ പ്രശ്നമാണ്, നിങ്ങളുടെ വീട് പ്രശ്നമാണ് ഡോക്ടർ. അത് ശരി. അപ്പം എന്തായാലും നിങ്ങളെ ഈ ഭാര്യയുടെ ഈ പ്രശ്നം നിങ്ങളൊന്ന് ചെയ്തു നോക്കി. ഈ ഭാര്യ ക്ലിയർ ആകുമ്പം മകൾ ഓട്ടോമാറ്റിക് ക്ലിയർ ആയിക്കോളും. ഓ, പഠിക്കണ്ട കേട്ടോ. അടുത്ത കാലം കൂടി ഓടിയാണ്ട് നോക്കണം കേട്ടോ. ശരി ഡോക്ടർ. ശരി ശരി ശരി. അടുത്ത് വരുമ്പോൾ ഭാര്യയും മോളെയും കൂടെ കൊണ്ടുവരണേ. ഓ ശരി ശരി സിസ്റ്റർ. ടോക്കൺ നമ്പർ 5 ചെല്ലമണി ലോറൻസ്. ഓ, സമയം ഒരുപാടായി കാണും. ഫോട്ടോ എടുക്കാൻ നേരമായി, തൊഴിലുറപ്പിന് സമയമായല്ലോ. എല്ലാവരും എത്തിയും കാണും. ഡോക്ടറെ ഇരിക്കട്ടോ. ഇരിക്കാം. അതെ ഡോക്ടറെ, എനിക്കൊരു പ്രശ്നം.
എന്താണ് പ്രശ്നം? ചർച്ചിൽ സഭാരാധന 9 മണിക്കാണ്. അതെ. ഒരു ദിവസവും 9 മണിക്ക് പോകാൻ കഴിയുന്നില്ല. എല്ലാ ദിവസവും 4 മണിക്ക് എണീക്കും. അത് ശരി. എല്ലാവർക്കും ഭക്ഷണമൊക്കെ വെക്കും. ചേട്ടയുണ്ട്, പിള്ളേരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അവർക്കെല്ലാവർക്കും വേണ്ടി രുചികരമായിട്ട് ഭക്ഷണമൊക്കെ വെക്കും. പക്ഷെ ഒരുങ്ങി ഇറങ്ങുമ്പോൾ 9:30 മണി കഴിയും. അത് ശരി. എന്നും പാസ്റ്റർ ഇത് തന്നെയാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുത്തി പറയാറുണ്ട്, എല്ലാം നേരത്തെ വരണം, നേരത്തെ വരണം, നേരത്തെ വരണമെന്ന്. പക്ഷെ എത്താൻ പറ്റുന്നില്ല. എന്നും ചെല്ലുമ്പോൾ ആദ്യത്തെ പാട്ട് കഴിയും, രണ്ടാമത്തെ പാട്ടും കഴിയും, അടുത്ത പ്രാർത്ഥനയ്ക്കുള്ള സമയമാവും. ഇതിനെന്തെങ്കിലും മരുന്നുണ്ടോ ഡോക്ടറെ? നോക്കാം. അപ്പൊ ഇത് പിന്മാറ്റം എന്ന് പറയുന്ന ഒരു രോഗമാണ്. അതിന്റെ ഒരു പിന്മാറ്റം അതിന്റെ തുടക്കമാണ്. ഇപ്പൊ ശ്രദ്ധിച്ചാൽ ക്ലിയർ ആവും. അപ്പൊ അതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ സമയം കിട്ടാൻ വേണ്ടി ആരാധനയ്ക്ക് വരും എല്ലാ ദിവസവും ഈ പയറും കഞ്ഞി അങ്ങ് വെച്ചാൽ പയറും കഞ്ഞിയും ഈ ചിക്കനും ബീഫൊന്നും വയ്ക്കാൻ നിൽക്കരുത്. അപ്പൊ ചില മണിക്ക് ആരാധനയ്ക്ക് സമയത്തിന് വരാൻ പറ്റും, എത്താൻ പറ്റും. ഈ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ ഏതാഹാരമാണ് വയ്ക്കുന്നത്? ഡോക്ടറെ അതറിയണോ? വീട്ടിൽ പറയൂല. ഫ്രിഡ്ജിൽ വെച്ചേക്കും 2 ദിവസത്തേക്കും 3 ദിവസത്തേക്കും ആഹാരം. അത് ശരി. രാവിലെ എഴുന്നേറ്റ് ചൂടാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കും. അവരറിയൂല. അങ്ങനെയാണ് ഞാൻ 8:30 അവിടെ എത്തണേ. അത് ശരി. അല്ലെങ്കിൽ എനിക്ക് ഫോട്ടോയും കിട്ടൂല, പൈസയും കിട്ടൂല. അപ്പൊ പള്ളിയിൽ എപ്പോ പോയാലും കുഴപ്പം, ആരും ചോദിക്കാൻ. പള്ളിയിൽ 5 മിനിറ്റ് താമസിച്ചാലും കുഴപ്പമില്ല. അതാണ്. അപ്പൊ അതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യണം ചെല്ലമണി. അപ്പൊ ഇനി ഞായറാഴ്ച മുതൽ അങ്ങനെ ചെയ്യണം. ഈ തൊഴിലുറപ്പിന് എന്താണ് ആഹാരം വെക്കുന്നത് അത് തന്നെ ഞായറാഴ്ച തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചേക്കണം. അപ്പൊ ഈ ഓട്ടോമാറ്റിക് ഈ അസുഖം കുറഞ്ഞോളൂ. പിന്നെ ഈ ഞായറാഴ്ച വരുമ്പോൾ പാസ്റ്റർ പ്രസംഗത്തിലൂടെ തരുന്ന ഗുളിയും കൂടി അങ്ങ് ചേർത്ത് കഴിക്കുകയാണ്. ആ ഗുളിക നല്ലതാണല്ലേ? ആ ഗുളിക നല്ലതാണ്. ഇതിന്റെ കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ സാവധാനം അങ്ങ് മാറിക്കും. പ്രശ്നമില്ല കേട്ടോ, മാറിക്കും. ടോക്കൺ നമ്പർ 6 ജോളി ജേക്കബ് സരസ്വതി സുകുമാരൻ. ആ പേഷ്യന്റ് തട്ടി. എന്തൊരു ഉറക്കോ ഇത്? എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചു. ഡോക്ടർ കാണണ്ടേ? അമ്മച്ചിയാണ് എന്നെ വിളിച്ചായിരുന്ന? അതെ, ഡോക്ടറെ കാണാൻ കരുതി. മെയിൻ കമ്മിങ് ഡോക്ടർ അണ്ണ. ഇരിക്കണം. ഇരിക്കട്ടെ. ഇരിക്കും. ആരും കാണാതെയാ വന്നത് കേട്ടോ. അത് ശരി. ഡോക്ടറെ കാണാനല്ലോ വന്ന്? ഡോക്ടറെ കാണാനാണ് വന്നത്. പക്ഷെ ആരും കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ ഡോക്ടറിന്റെ അടുത്ത് രോഗവിവരങ്ങൾ പറയുന്ന ആൾക്കാർ? കുഴപ്പമില്ല, എല്ലാ രോഗത്തിനും ഇവിടെ ചികിത്സ ഉണ്ട്. പറയാം, ഒരു കുഴപ്പമില്ല. അതെ, ഞാൻ ആദ്യം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അതാണ് ഈ പേര് കണ്ടപ്പോ എനിക്ക് തോന്നി, ഈ ജോളി ജേക്കബ് സരസ്വതി. അല്ലാത്തൊരു പേര് തന്നെയാട്ട്. പറയണം, പേരിന്റെ കഥ എന്താണ്? ഞാൻ ലൈഫിന്റെ വീട് വാങ്ങാൻ വേണ്ടിയിട്ടേ എൻ്റെ പേര് സരസ്വതി എന്നും എൻ്റെ ചേട്ടായിയുടെ പേര് സുകുമാരൻ എന്നും ആക്കി. ഇപ്പൊ അതൊന്നും അല്ല വിഷയം. ഞങ്ങളെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര അങ്ങ് ഉറക്കം. വല്ലാത്ത പ്രശ്നമാണ്. ഭയങ്കര ഉറക്കം ഡോക്ടർ അണ്ണ. എന്ത് ചെയ്യാൻ? പാസ്റ്റാണെങ്കിൽ അങ്ങ് എരിപൊരി പ്രസംഗം, പാട്ട്. അയ്യോ, ഈ കീഴാറ് ജംഗ്ഷൻ അല്ലെങ്കിൽ ഞാൻ കൊയിലാണ്ടിയിലെന്നാണ് ഇവിടെ വരുന്നത്. ഇവിടെ കീഴാറുവിലെ പാസ്റ്റർ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ആളുകളൊക്കെ പറഞ്ഞ് കേൾക്കുന്നതാ. പക്ഷെ വന്നപ്പോ സത്യമാണേ, ഭയങ്കര ഇടിയിട്ട് പ്രാർത്ഥനയും അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് ഉറക്കാൻ. മതി, എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് 1-2 ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ജോളി ഒന്നും ഇങ്ങോട്ട് വരണം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അയ്യോ, ഒന്നുമില്ല കേട്ടോ, എല്ലാം 0 ആണ് ജോളിക്ക്. അതെന്ത് പറ്റി? അത് ശരി. ഇത് കണ്ടോ, ഇത് അഭിഷേകം, പ്രാർത്ഥന, ഉപവാസം, അങ്ങനെയുള്ള എല്ലാ സാധനവും ടെസ്റ്റ് ചെയ്യാം. അത് കടയിൽ നിന്ന് വാങ്ങിച്ച കളിപ്പാട്ടല്ലേ ഡോക്ടറെ സാറേ? കളിപ്പാട്ടോ? അത് ശരി. ഇത് വർക്കാവുന്നില്ല. ഈ സാധനം തന്നെ അടിച്ചു പോയി എന്നാണ് തോന്നുന്നത്. ഒന്നുമില്ല തലയ്ക്കകത്ത്, ഉറങ്ങി ഒന്നുമില്ല. അത് ശരി. അപ്പം ഞാൻ നോക്കാം. ഈ രോഗം ഇത് പറയുന്നത് ഒരു ചർച്ച് സ്ലീപ്പിംഗ് എന്ന് പറയുന്ന ഒരു തരം വല്ലാത്ത രോഗമാണ്. നിങ്ങൾ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് പലർക്കും ഉണ്ട്. ആ കിഴാറ് ചർച്ച ഉണ്ടല്ലോ, ആ ഏരിയയിലൊക്കെ പലർക്കും ഉണ്ട് ഈ അസുഖം, ഈ ചർച്ച് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. ആരും പുറത്തൊന്നും പറയാറില്ല. അപ്പോൾ ഈ കാരണം, ഇത് രോഗം ഉണ്ടാകുന്നത് പ്രധാനമായിട്ട് 3 കാരണം കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഒന്ന്, വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ഈ രോഗം ഉണ്ടാവും. പിന്നെ ഈ വൈകുന്നേരം വരെ, ഈ പാതിരാത്രി വരെ ഫോണിൽ ഉറങ്ങാതെ കിണ്ടിക്കേണ്ടിയിരുന്നാലും ഈ രോഗം വരും. പിന്നെ ഈ സന്ധ്യാപ്രാർത്ഥന ഇല്ലെങ്കിലും ഈ രോഗം വരും. ഹായ് പിന്നെ വിളിക്കാമേ, ഡോക്ടറിന്റെ അടുത്താണ്. മനസ്സിലായി.
അപ്പം നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ഈ ഫോണിൽ പാതിരാത്രി വരെ കിണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം. മതി മതി മതി. അപ്പോൾ ഇതാണ് പ്രശ്നം, ഇതാണ്. അപ്പോൾ ഇതിന് പരിഹാരമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കാണുന്ന എല്ലാവരിൽ നിന്ന് നമ്പർ വാങ്ങി രാത്രി ഭർത്താവ് അറിയാതെ ഈ ചാറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. അയ്യോ, അതൊക്കെ എങ്ങനെയാ ഇപ്പൊ നിർത്തുന്നത്? അത് ശരി. അപ്പം എല്ലാം ഉണ്ട്. അപ്പം ആദ്യം അതങ്ങ് നിർത്തണം. ചേട്ടൻ പാവണേ. അപ്പം ചേട്ടനാണ് പ്രശ്നം ഇപ്പം. അപ്പം ഈ കാണുന്ന എല്ലാവരുടെ മുമ്പിൽ ഈ ചിരിച്ചുകൊണ്ട് നിൽക്കരുത്. ഇല്ല. മതി മതി. പിടികിട്ടി, എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഡോക്ടറിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നായിരുന്നു. വേണ്ട വേണ്ട. അപ്പൊ ജോളിയുടെ പ്രശ്നം ഇപ്പൊ എനിക്ക് പിടികിട്ടി. വല്ലാത്ത പ്രശ്നമാണ്, ചെറിയ പ്രശ്നമൊന്നല്ല. നല്ലൊരു ചികിത്സ ആവശ്യമുള്ള പ്രശ്നമാണ്. പിന്നെ ഈ ഫോണിൽ ഭർത്താവിനോട് മാത്രമേ ചാറ്റ് ചെയ്യാവൂ. അങ്ങനെ അങ്ങ് തീരുമാനിക്കണം. അങ്ങനെ ചെയ്താൽ മാറുമോ ഡോക്ടറെ? മാറും. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ 3-4 കാര്യങ്ങൾ 2 വർഷത്തേക്ക് പിന്നെ ഫോൺ പോലും ഉപയോഗിക്കരുത്. അങ്ങ് മൂലയിൽ അങ്ങ് മാറ്റിയിട്ടേക്കണം. അത് കഴിയുമ്പോൾ പയ്യെ ഫോൺ ഉപയോഗിച്ച് കൊടുക്കും. അപ്പോൾ ഈ അസുഖം പയ്യെ അങ്ങ് മാറും കേട്ടോ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി. പിന്നെ പാസ്റ്ററോടും കൂടി ഈ കാര്യം പറഞ്ഞാൽ മതി. പുള്ളി പ്രശ്നത്തിലൂടെ തരുന്ന മരുന്നും കൂടി ആകുമ്പോൾ ഈ അസുഖം അങ്ങ് മാറിക്കോളൂ. ഞാൻ പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാവേ. ശരി ശരി. അടുത്ത് വരുമ്പോ ശ്രദ്ധിക്കാം. പെട്ടെന്ന് ചികിത്സിച്ച് പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് മാറണം. ഇങ്ങനെ കിടന്ന് വിളിച്ച് ഞാൻ പള്ളിയിൽ ഇരുന്നവരൊക്കെ എണീറ്റ് ഓടും. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് റെഡിയാക്കണം കേട്ടോ. ശരി ശരി ശരി. പിന്നെ വരാം. ശരി. ടോക്കൺ നമ്പർ 7 നുണച്ചിപ്പാറു. പറയണം. നുണച്ചിപ്പാറു. എൻ്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് ചെറിയ ഒരു വലിയ രോഗമാണ്. അത് ശരി. ഞാൻ തൊഴിലുറപ്പിന് പോവും. തൊഴിലുറപ്പിന് പോയിട്ട് പള്ളിയിൽ നടക്കണ കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് പെരുപ്പിച്ചങ്ങ് പറയും. അത് ശരി. പക്ഷെ 1-ന് 3 പറയും. നിസ്സാര കാര്യമൊന്നും അല്ല അത്. ശരി. എന്നിട്ട് ഞാൻ ഒന്നും അറിയാത്തതുപോലെ നിൽക്കും. പക്ഷെ ബൈബിളിലുള്ള ഒരു കാര്യം, വള്ളിയായാലും പുള്ളിയായാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതുവരെ മാറിയിട്ടില്ല, മാറ്റി പറഞ്ഞിട്ടുമില്ല. എന്ത് തരം രോഗമാണ് ഡോക്ടറെ? അല്ലാത്ത രോഗമാണ്, അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ്. എന്താണ് പേരെന്താണ് പറഞ്ഞത്? എൻ്റെ പേര് നുണച്ചിപ്പാറു. അപ്പോൾ പാറു, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പാറു ഒന്ന് ഇങ്ങോട്ട്. പ്രശ്നമാണല്ലോ നുണച്ചിപ്പാറു. അഭിഷേകം ഇരിക്കേണ്ട സ്ഥാനത്ത് മൊത്തം നുണ നിറഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ ഡോക്ടറെ, ജന്മം മുതലേ ഇത് തന്നെ. ശരി. ഇനി പ്രാർത്ഥന വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഒന്ന് അങ്ങോട്ട്. അയ്യോ, മൊത്തം പ്രാർത്ഥന ഇരിക്കേണ്ട അടുത്ത് നുണ തന്നെയാണ്. മരുന്നുണ്ടോ ഡോക്ടറെ? ശരി. ഇത് മരുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി പാടാണ്. ഇത് അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പം. നുണ അങ്ങ് നിറഞ്ഞു പോയി. അപ്പോൾ എനിക്ക് പിടികിട്ടി പാറു. അപ്പോൾ ഒരു കാര്യം, ഈ രോഗം എന്ന് പറഞ്ഞാൽ വായ്നാറ്റം എന്ന് പറയുന്ന ഒരു രോഗമാണ്. വല്ലാത്ത രോഗമാണിത്. പള്ളികളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഈ രോഗം. ഉണ്ട്. പിന്നെ അപൂർവ സമയങ്ങളിൽ തൊഴിലുറപ്പിലും ഈ കിഴാറു ഏരിയകളിലൊക്കെ ഈ രോഗം കാണാറുണ്ട്. അപ്പോൾ ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് നാണവും ലജ്ജയില്ലാത്ത ജാതികളെന്നാണ് ഇവരെ അറിയപ്പെടുന്നത്, ഈ സ്വഭാവമുള്ളവർ. അത് നിങ്ങളെ നാണിക്കൊന്നും വേണ്ട, ഞാൻ പറയാം. അപ്പോൾ ഈ രോഗത്തിന് ഒരു ഒറ്റ മൂല്യം മരുന്നുണ്ട്. ഇത്തിരി കടുപ്പാണ്, അതങ്ങ് നോക്കണം. ഈ നാവിനെ അങ്ങ് മുറിച്ച് കളയണം. അത് ശരി. നിങ്ങൾക്ക് അസുഖം നുണ നിറഞ്ഞിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് ഈ ഒറ്റമൂലി ചെയ്താലേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ട് ജീവിതമുള്ളൂ. ഡോക്ടർ വേറെ ഒരു വഴിയില്ലേ? അത് ശരി. അവസാനത്തെ വഴിയാണിത്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ നാവിനെ അങ്ങ് മുറിച്ച് കളയണം. അത് ഈ നാവിനെ മുറിക്കുന്ന ശസ്ത്രക്രിയ പള്ളിയിലും അവിടെ ഒന്നുമില്ല. അത് നിങ്ങൾ സ്വയം അങ്ങ് മുറിച്ച് കളയണം. അവനവൻ സ്വയം മുറിച്ച് കളഞ്ഞിട്ട് ആശുപത്രി പോയി സ്റ്റിച്ചിട്ട് പിന്നെ പള്ളിയിലെ പാസ്റ്റർ പോയി കാണണം. അപ്പോൾ പുള്ളി നല്ല 1-ാം തരം പ്രബോധത്തിലൂടെ തരുന്ന മരുന്ന് കൂടെ കഴിക്കുമ്പം ഈ അസുഖം മാറി കിട്ടും. വേറെ പ്രശ്നമില്ല. പിന്നെ 1-2 ഞാൻ ടെസ്റ്റ് എഴുതി തരാം. പിന്നെ നാവ് ഒന്ന് നീട്ടാവും. അയ്യോ, പ്രശ്നമാണ് മൊത്തത്തിൽ. അപ്പോൾ നാവിൽ ചെറിയ കുഴപ്പങ്ങളൊക്കെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഈ നാവ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരാളെ നേരത്തെ എഴുതി കൊടുത്തായിരുന്നു. അപ്പോൾ ഈ നാവ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ നാവൊന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഹൃദയത്തിൽ രാഘവൻ ഒരു വീട് വെച്ച എൻ്റെ അസൂയ കാണുന്നുണ്ടല്ലേ? ചെറുതായിട്ടൊന്നുമല്ല, വലുതായിട്ടുണ്ട്. അസൂയ കാണുന്നുണ്ട്. പിന്നെ സന്ധ്യാപ്രാർത്ഥന, ഉപവാസം, ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വല്ലപ്പോഴും ഉള്ളൂ. ശരി. പ്രശ്നമാണ് അപ്പം. പിന്നെ താങ്കളെ നിമിത്തം താങ്കളുടെ സഭയിലും ഒരു പ്രശ്നം കാണുന്നുണ്ട്. എന്താണ് ഡോക്ടറെ? ഈ മൊത്തം വിഷമല്ല ഈ തലയിലിരിക്കുന്നത്.
അപ്പോൾ പ്രശ്നം ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ താങ്കളൊരു കാര്യം ചെയ്യണം, അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്യണം. നാവിനെ ഒന്ന് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഈ അഭിഷേകം, പ്രാർത്ഥന, ഉപവാസം, ഇതൊന്നുമില്ല. ഇത് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഒന്ന് ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ഇവിടെ ടെസ്റ്റ് ചെയ്യോ ഡോക്ടറെ? ടെസ്റ്റ് ചെയ്യും. ഇവിടെ ടെസ്റ്റ് ചെയ്യില്ല, കിഴാറു AG-യിൽ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പിന്നെ ആ പാസ്റ്ററേയും കണ്ടാൽ മതി കേട്ടോ. നല്ല മരുന്ന് തരും കേട്ടോ. ശരി ശരി. ടോക്കൺ നമ്പർ 8 അജിത. അജിത അല്ലേ? ടോക്കൺ ഇവിടെ കിട്ടിയില്ലല്ലോ അജിതയുടെ. ആ കിട്ടി. പറയണം. എന്താണ് അജിതയുടെ പ്രശ്നം? എന്താണ്? ചില ഞായറാഴ്ച ദിവസം ചേട്ടൻ ജോലിക്ക് പോകാറുണ്ട്. ആ ദിവസം നമ്മൾ പള്ളിയിൽ പോകാതെ ഉറക്കമായിരിക്കും, ഞാനും കൊച്ചും കൂടി. അത് ശരി. പിന്നെന്ന് വെച്ചാ പള്ളിയിൽ പൈസ ഇടാൻ കാണിക്കുകയും ദശാംശമൊക്കെ ചേട്ടൻ തരായിരിക്കും. പക്ഷെ അത് പള്ളിയിൽ ഇടാതെ എൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കും ഞാൻ. അത് ശരി, കൊള്ളാം. പിന്നെന്ന് വെച്ചാ കല്യാണത്തിന് മുന്നേ എന്ന് വെച്ചാ യാത്രാ സൗകര്യമൊന്നും ഇല്ല പള്ളിയിൽ പോവാൻ. പക്ഷെ CA മീറ്റിങ്ങിനും സൺഡേ സ്കൂളിനും WMC അതിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഉണ്ട്, പക്ഷെ പോവാൻ ഒരു ഭയങ്കര മടിയാണ്. ഇതെന്ത് രോഗമാണ് ഡോക്ടറെ? ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ? വല്ലാത്തൊരു രോഗമാണിത്. അപ്പോൾ ഇതൊരു വല്ലാത്ത ഞരമ്പ് രോഗമാണ്. ഞരമ്പ് രോഗം ഞാൻ പറഞ്ഞുതരാം. താങ്കളുടെ ഭർത്താവ് സഭയിലുള്ള സഹോദരിമാർ ആരെങ്കിലുമൊക്കെ പ്രശംസിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ഞരമ്പ് രോഗം. അപ്പോൾ ഈ വിവാഹത്തിന് മുമ്പ് ആത്മീയകാര്യങ്ങൾ നല്ല രീതിയിലുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇപ്പം ഇല്ലല്ലോ. ശരി. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇതിന് പരിഹാരമുണ്ട്. അജിത് ഒരു കാര്യം ചെയ്യണം, ഭർത്താവിനെ ഈ ജോലിക്കൊന്നും ഇനി അങ്ങ് വിടരുത്, ഒന്നിനും വിടരുത്. അങ്ങ് എപ്പോഴും അങ്ങ് വീട്ടിലടച്ചും കിട്ട് കൂടെ അങ്ങ് നടന്നോളൂ. ശരി. അപ്പോൾ ഈ അസുഖത്തിന് പരിഹാരം കണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. വീട് ദാരിദ്ര്യപ്പെട്ട് മുടിഞ്ഞ് ഒരു കോലത്തിലാവും. അപ്പോൾ ഈ അസുഖം പയ്യെ അങ്ങ് മാറിക്കോളും. മാറും. ഈ അസുഖം പയ്യെ അങ്ങ് മാറും. പിന്നെ ഈ വീട് അടച്ചിട്ട് ഉറങ്ങുന്ന ഒരു സംഭവം പറഞ്ഞല്ലോ, അപ്പം അതിനൊരു പരിഹാരമുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് അങ്ങനെ അടുത്ത് ഉറങ്ങാനുള്ള കാരണം അവിടുത്തെ അമ്മ പാവമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം ചെയ്യാം, അമ്മ ഒന്ന് വിളിച്ചിട്ട് അജിതയുടെ വിവരം അങ്ങ് പറയാം. അത് ശരി. അപ്പോൾ അമ്മ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഈ കിടന്ന് ഉറങ്ങണ കാര്യം അങ്ങ് ശരിയായിക്കും. ശരിയാ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഒന്നങ്ങ് ചെയ്താൽ മതി. ശരിയാവും. ഈ രോഗങ്ങൾ മാറ്റണം. പ്രശ്നമാണ് കേട്ടോ, മാറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് ശരി. ആരാധനയ്ക്കൊക്കെ നേരത്തെ പോകാറുണ്ടോ? പോവും. അത് ശരി. ഇപ്പം മറ്റേ ദശാംശമൊക്കെ വീട്ടിൽ തന്നെ ഒരുപാട് വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ സ്ഥിരം പോകുന്നത്. അത് ശരി. ഇത് മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ, ജീവിതത്തെ നല്ലവണ്ണം ബാധിക്കും. ശ്രദ്ധിക്കണം. ശരി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടോ, മാറിക്കോളൂ. ശരി. ഇപ്പോൾ ഡോക്ടർ ഇന്നത്തെ അപ്പോയിൻമെന്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടേ? കഴിഞ്ഞു അല്ലേ? ശരി. ഡോക്ടർ, ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞോ? കഴിഞ്ഞു. എനിക്കൊരു 10 വർഷം സഭയിൽ ഇരിക്കാൻ പറ്റുമോ? ഇത് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പോവില്ല. എല്ലാവർക്കും ഇതേ പറയാനുള്ളൂ. പിന്നെ ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ അത് മാറി വരുന്നുണ്ട്, അത് ഉൾക്കൊണ്ട് തുടങ്ങി ആൾക്കാർ. അത് കുറേ പേർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അവരോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവരൊക്കെ അത് ഉൾക്കൊണ്ടു. സാവധാനം അങ്ങ് മാറുമെന്ന് വിചാരിക്കാം. ശരി. ദൈവം എല്ലാവരും കരങ്ങൾ അടിച്ചാട്ടെ. ഇനി ജംഗിൾ ബേഡ്സ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ പ്രോഗ്രാം തീർന്നിരിക്കുന്നു. അതിലേക്ക് കുട്ടികളെല്ലാവരും വരണം. ആ മേശയൊക്കെ മാറ്റണം, വേഗത്തിൽ മാറ്റണം.